വൈശാഖ മഹോത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിച്ച യാഗോത്സവം. കാനന നടുവിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രത്തിൽ 28 നാൾ നീണ്ട വൈശാഖ മഹോത്സവത്തിന് തൃക്കലശാട്ടോടെ പരിസമാപ്തിയായി. കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ. ശ്രീകോവിലില്ലാതെ സോപാനമില്ലാതെ ശ്രീ ചൊരിയുന്നൊരാശില കണ്ടു നിന്നു. ശ്രീ ചൊരിയുന്നൊരാശില കണ്ടു നിന്നു. കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാടിൻ നടുവിലെ കൽ. ഇടവത്തിലെ ചോതിനാളായ മെയ് 28 അക്കരമണിത്തറയിൽ തെളിയിച്ച ചോതിവിളക്ക് മിഥുനത്തിലെ ചിത്തിരനാളായ ബുധനാഴ്ച അണഞ്ഞു. വീരഭദ്രസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരിവാൾ മടങ്ങി. ഭണ്ഡാരങ്ങളും ബലിബിംബങ്ങളും വാവലി കടന്നു. വികാരനിർഭരമായിരുന്നു ചടങ്ങുകൾ. ഈറനണിഞ്ഞ കണ്ണുകളോടെ ആയിരങ്ങളാണ് മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നതിന് സാക്ഷിയായത്. കലശമണ്ഡപത്തിൽ തൃക്കലശാട്ടിൻ്റെ ഒരുക്കങ്ങൾ അത്തം നാളിൽ തന്നെ തുടങ്ങിയിരുന്നു. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കലശകുംഭങ്ങൾ ബുധനാഴ്ച രാവിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു.
വാകച്ചാർത്ത് നടത്തിയ ശേഷം ചോതിവിളക്ക് അണച്ചു. ചോതിവിളക്ക് അണയുന്നതിന് മുമ്പ് മച്ചൻ നമ്പൂതിരി മറ്റു വിളക്കുകളെല്ലാം ഇറക്കി വെച്ചു. പഞ്ചഭൂതങ്ങളും അഷ്ടവസുക്കളും പഞ്ചാക്ഷരി മന്ത്രമോതും തിരുമുമ്പിൽ വന്നങ്ങണഞ്ഞു ഞാനെൻ്റെ ദേവ വന്നങ്ങണഞ്ഞു. പിന്നെ താൽക്കാലിക ശ്രീകോവിൽ തിരുവഞ്ചിറയിലേക്ക് പറിച്ചു മാറ്റുന്ന ചടങ്ങാണ്. നമ്പീശനും വാര്യരും ചേർന്ന് ശ്രീകോവിലിൻ്റെ തൂണുകൾ കടപുഴകിയെടുത്ത് തിരുവഞ്ചിറയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയിട്ടു. കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ തുടർന്ന് മണിത്തറയും മുഖമണ്ഡപവും ശുദ്ധി വരുത്തി. മണിത്തറ തൃക്കലശാട്ടിന് വേദിയായി. നമ്പീശനും വാര്യരും മുഖമണ്ഡപത്തിൽ നമസ്കരിച്ചു. വാളറയിൽ കുഴൽവിളി നാദമുയർന്നു. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. കോരിത്തരിച്ചു ഞാൻ നിന്ന നേരം ആരോരുമറിയാതെ മിഴി നിറഞ്ഞു. കോരിത്തരിച്ചു ഞാൻ നിന്ന നേരം ആരോരുമറിയാതെ മിഴി നിറഞ്ഞു. ചിത്തഭ്രമമെല്ലാം വിട്ടൊഴിഞ്ഞ നേരം ചിത്തഭ്രമമെല്ലാം വിട്ടൊഴിഞ്ഞ നേരം. 2 കലശകുംഭങ്ങളിൽ ഒന്ന് പാലക്കുന്നൻ നമ്പൂതിരിയും രണ്ടാമത്തേത് പടിഞ്ഞേറ്റ് നമ്പൂതിരിയുമാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. കളഭകുംഭം എഴുന്നള്ളത്തിന് സമുദായിയും ഊരാളന്മാരും സ്ഥാനികരും അകമ്പടി സേവിച്ചു. ഒന്നാമത്തെ കളഭകുംഭം നന്ദ്യാർവള്ളിയുടെ നേതൃത്വത്തിലും രണ്ടാമത്തേത് കോഴിക്കോട്ടിരിയുടെ നേതൃത്വത്തിലും ശ്രീ മഹേശ്വരൻ്റെ സ്വയംഭൂവിൽ ആടി. തുടർന്ന് വെള്ളിക്കിടാരത്തിൽ തയ്യാറാക്കിയ കളഭം ആടുന്ന ചടങ്ങാണ് നടന്നത്. പടിഞ്ഞേറ്റ് നമ്പൂതിരിയാണ് കളഭാഭിഷേകത്തിന് കാർമ്മികത്വം വഹിച്ചത്. തുടർന്ന് പൂവറയിൽ നിന്ന് പൂവൻ സ്ഥാനികൻ ഓലക്കുടയിൽ തുളസിക്കതിർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. പനിമതി തമ്പുരാനെ പന്നകഭൂഷണ ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം. തിരുവഞ്ചിറയിൽ വലം വെച്ചു. മണിത്തറയിൽ പൂജ ചെയ്യാൻ അവകാശമുള്ള ബ്രാഹ്മണന്മാർ ചേർന്നുള്ള പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന ചടങ്ങാണ് തുടർന്ന് നടന്നത്. ഇതിനിടയിൽ ഭഗവാന് കടുംപായസ നിവേദ്യവും ഉണ്ടായിരുന്നു. സ്വയംഭൂവിൽ ആടിയ കളഭം അടിയന്തരക്കാർക്കും ഊരാളന്മാർക്കും അവകാശികൾക്കും ഭക്തജനങ്ങൾക്കും പ്രസാദമായി വിതരണം ചെയ്തു. തിടപ്പള്ളിയിൽ പാത്രം വിളി ചടങ്ങ് നടന്നു. കുടിവതികൾ തിടപ്പള്ളിയിലേക്ക് പ്രവേശിച്ചു. ചിത്തിരനാളിൽ രാവിലെ ഭഗവാന് നിവേദിച്ച 1 ചെമ്പ് ചോറും കടും പായസവും കുടിപതി സ്ഥാനികർക്കുള്ളതാണ്. തിടപ്പള്ളിയിലെത്തിയ കുടിപതികൾ ഉപ്പും മുളകും കൂട്ടി ഈ ചോറും പായസവും കഴിക്കുന്നതിനെയാണ് തണ്ടിന്മേൽ ഊണ് എന്ന് പറയുന്നത്. കാണാത്ത ദേവനെ 1 കോടി ജന്മം തപം ചെയ്തിടിലും ഒരു മാത്ര പോലും കാണാത്ത. തണ്ടിന്മേൽ ഊണിന് ശേഷം തിടപ്പള്ളിയും പരിസരവും ശുദ്ധി വരുത്തുന്നു. സമുദായിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വാളറയിലെത്തുന്നു. പിന്നെ ഭണ്ണാരം ജന്മാവകാശികൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. അടവിതൻ മടിയിലെ അരുവിതൻ തീരത്ത് അടിയനു ദർശനം നൽകിയല്ലോ. പനിമതി തമ്പുരാനെ പന്നകഭൂഷണ ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം. തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു
തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു. കണക്കപ്പിള്ള എടുത്തു നൽകുന്ന സ്വർണ്ണക്കുംഭങ്ങളും വെള്ളിക്കുടങ്ങളും ഭണ്ണാരച്ചെപ്പും വെള്ളിക്കിടാരവും വെള്ളി വിളക്കുകളും ജന്മാവകാശികൾ കൂത്തമ്പലത്തിലെത്തിക്കുന്നു. പിന്നെ വാൾമടക്കത്തിൻ്റെ സമയമാണ്. തിടപ്പള്ളിയിൽ ഹരിഗോവിന്ദ നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമായി ധ്യാനനിരതനായിരുന്ന എടയാർ മുഴിക്കോട്ടില്ലത്ത് സുരേഷ് നമ്പൂതിരി മുഖമണ്ഡപത്തിലും അമ്മാറക്കൽ തറയിലും ഭണ്ണാര സമർപ്പണം നടത്തി. തീർത്ഥക്കുണ്ടിൽ കുളി കഴിഞ്ഞ് നേരെ വാളറയിലെത്തി മുതിരേരിവാൾ കയ്യിലെടുക്കുന്നു. മുതിരേരിവാളുമായി മണിത്തറയിലെത്തി സ്വയംഭൂവിനെ വന്ദിച്ച് ഒരു പിടി തുളസിയും ചേർത്ത് പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് അമ്മാറക്കൽ തറയിലും വണങ്ങി പടിഞ്ഞാറേ നടയിലൂടെ വാവലി കടക്കുന്നു. ഒരു കോടി ജന്മം തപം ചെയ്തിടിലും ഒരു മാത്ര പോലും കാണാത്ത ദേവനെ, ഒരു കോടി ജന്മം തപം ചെയ്തിടിലും ഒരു മാത്ര പോലും കാണാത്ത ഹരിഗോവിന്ദ വിളികളോടെ ആയിരങ്ങൾ വാളെഴുന്നള്ളത്തിനോടൊപ്പം വാവലിപ്പുഴ കടന്നു. വാൾമടക്കത്തിന് ശേഷം തൃച്ചന്ദനപ്പൊടി അഭിഷേകവും യാത്രാബലിയും നടന്നു. പടിഞ്ഞേറ്റ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് തൃച്ചന്ദനപ്പൊടി അഭിഷേകം നടന്നത്. യാത്രാബലിക്ക് കോഴിക്കോട്ടുരി കാർമ്മികത്വം വഹിച്ചു. യാഗോത്സവ ചടങ്ങുകൾ മംഗളകരമായി നടത്തുന്നതിന് സർവ സഹായവും നൽകിയ ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണ് യാത്രാബലി എന്ന ഐതിഹ്യമുണ്ട്. ഭൂഷണ ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം, തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു. തുടർന്നാണ് കൂത്തമ്പലത്തിൽ തിട്ടപ്പെടുത്തിയ ഭണ്ണാരങ്ങളും ദേവീ ദേവന്മാരുടെ ബലിബിംബങ്ങളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും അടിയന്തരക്കാരും സ്ഥാനികരും ചേർന്ന് ഇക്കരെ കൊട്ടിയൂരിലെത്തിച്ചത്. ഭണ്ണാരം രാത്രിയോടെ അടിയന്തര യോഗത്തിൻ്റെ അകമ്പടിയോടെ മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. സ്പന്ദനം കേട്ടു ഞാൻ അമ്മാറക്കല്ലിൽ തൊഴുതു നിന്നപ്പോൾ അമ്മതൻ ഇടനെഞ്ചിൻ സ്പന്ദനം കേട്ടു ഞാൻ, ഈറൻ മിഴിയിൽ നിറഞ്ഞ നീർത്തുള്ളികൾ. അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിഞ്ഞു. 28 നാൾ നീണ്ട യാഗോത്സവത്തിന് പരിസമാപ്തിയായി. മിഴിയിൽ നിറഞ്ഞ നീർത്തുള്ളികൾ ചാറും മഴ നീരിൽ ലയിച്ചു പോയി. പനിമതി തമ്പുരാനെ പന്നകഭൂഷണ ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം, പനിമതി തമ്പുരാനെ പന്നകഭൂഷണ ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം, തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ.